ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മിനി പീസയും പിന്നെ സമൂസയാണ് കേട്ടോ. ഇന്നത്തെ നോമ്പിന് ഉണ്ടാക്കിയത് മിനി പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലിലോട്ട് 1 ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാരയും 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം 1 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ച് മാറ്റി വെച്ചു കേട്ടോ. നല്ലപോലെ ഒരു 10-15 മിനിറ്റ് നന്നായി കുഴച്ച് എടുത്തു കേട്ടോ. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പൊന്തി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നീട് പിസയിലോട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ. അതിനായിട്ട് ബോൺലെസ് ചിക്കന് ഒരു 1/4 കപ്പ് എടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ സോയാ സോസും കുറച്ച് ഒഴിച്ചിട്ട് മാറ്റി വെച്ചു. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ മാവ് ഫെർമനൻറ്റ് ചെയ്യാനും വെച്ചല്ലോ. അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് ഞാൻ സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ടോ. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ സവാളൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടോ. പിന്നീട് ഇതിലോട്ട് മസാല പൗഡറുകൾ ചേർത്ത് കൊടുത്തിട്ടോ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുത്തു. ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അങ്ങനെ മസാലയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി മാറ്റി വെക്കുക കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സമൂസയുടെ ഫില്ലിങ് റെഡിയായി. പിന്നീട് നിന്നത് എന്താ പറയുക, മുഹബത്ത് കാ സർവത്ത് ഉണ്ടാക്കാനായിട്ടോ നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ടുള്ളത്. അതിനായിട്ട് കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്തത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. അങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തതിന് ശേഷം കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 1/4 കപ്പോളം. അങ്ങനെ ആ വേവിച്ച് വെച്ച ചവ്വരിയും ചേർത്ത് കൊടുത്തു. അങ്ങനെ ഇത് തണുപ്പിക്കാൻ വെച്ചു കേട്ടോ. പിന്നത്തെ പണി നമ്മുടെ പിസ്സ ഉണ്ടാക്കാൻ നിൽക്കലായിരുന്നു കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ആദ്യം തന്നെ. അതിനുശേഷം പിസ്സ സോസ് തയ്യാറാക്കി. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടാട്ടോ തയ്യാറാക്കണത്. കുറച്ച് കെച്ചപ്പും അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും മാവൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാവിനെ കുറച്ച് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് പിസ്സയുടെ ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പരത്തിയെടുത്തു കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് മാവ് പരത്തി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ പിസ്സയുടെ സോസ് തേച്ച് കൊടുത്തു. അതിനുശേഷം പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് വെജീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ, അത് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസും ചേർത്ത് കൊടുത്തു കേട്ടോ.
അങ്ങനെ ഫുള്ളായി പിസ്സകളൊക്കെ തയ്യാറാക്കിയെടുത്തു. ഈ അളവിലൊരു 12 പിസ്സ നമുക്ക് കിട്ടിട്ടോ. പിന്നീട് ലാസ്റ്റ് കുറച്ച് ഒറിഗാനോയും മേലിട്ട് കൊടുത്തു കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് വല്ലാതെ എരിവിനോട് താല്പര്യമില്ല, അപ്പോൾ ചില്ലി ഫ്ലേക്സ് മേലിട്ട് കൊടുത്തില്ല, ഒറിഗാനോ മാത്രം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തു. ഒരു 150 ഡിഗ്രിയിലൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് സെറ്റായി കിട്ടിട്ടോ. അങ്ങനെ അത് ബേക്ക് ചെയ്താകുമ്പോഴത്തേനും ഞാൻ സമൂസകൾ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ സമൂസകളെല്ലാം എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്തത്. കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിസ്സകളൊക്കെ പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ തന്നെ സർബത്തിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് സെർവ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ സമൂസയും കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ ആയിട്ട് ഞാൻ ടേബിൾ സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മുടെ പള്ളിയിലത്തെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.